നമസ്കാരം, അർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന എങ്ങനെ നമ്മുടെ ഫോണിൽ നമുക്ക് ഫോട്ടോഷോപ്പ് ത്രൂ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാമെന്നാണ്. ഫോട്ടോഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഏറ്റവും മികച്ച ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒരു മൊബൈൽ വെർഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൽ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനിപോലെ നമുക്ക് നമ്മുടെ ഫോണിൽ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിനായിട്ടൊരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ ലിങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന അതേ സെറ്റപ്പ് തന്നെയാണ് ഇതും. ഫോട്ടോഷോപ്പ് തന്നെയാണ്. ഫോട്ടോഷോപ്പിൻ്റെ മൊബൈൽ വെർഷനാണ്. എനിക്ക് തോന്നുന്നു 99% കൂട്ടുകാരും അറിഞ്ഞിട്ടില്ല ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഫയലിൽ പോയിട്ട് ന്യൂ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയുക യൂട്യൂബിൽ എന്താ പറയുക തംബ്നെയിൽ ഉണ്ടാക്കണമെങ്കിലോ ഇൻസ്റ്റാ സ്റ്റോറി ഉണ്ടാക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോഷോപ്പിൽ നമ്മുടെ ഫോണിൽ ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് കാര്യങ്ങൾ വരെ പ്രീസെറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പോൾ യൂട്യൂബിൻ്റെ ആണെങ്കിലും ഇൻസ്റ്റയുടെ ഒക്കെ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് കട്ട് ചെയ്യുന്നതിനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. കളർ ചെയ്യുന്നതിനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് എന്താ പറയുക ഓരോ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റുന്നതിനും ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയൊക്കെ ലഭിക്കുമോ അതെല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണെന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് പിക്ചറുകൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഫോണിൽ ഈ ഒരു ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇനി മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ലഭിക്കുന്ന എല്ലാ ടൂളുകളും നമുക്ക് ഈ ഒരു ഫോൺ ആപ്ലിക്കേഷൻ ലഭിക്കുന്നുണ്ട്. കട്ടിംഗ് ടൂളൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പോരായ്മ നമ്മുടെ ചെറിയ സ്ക്രീനാണ് എന്ന് ഇതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ ഈസി ആയിട്ട് ഇപ്പോൾ ഫോണിലൂടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലഭിക്കും. ഇപ്പോൾ ടാബ്ലറ്റിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമുക്ക് ടാബ്ലറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്ക്രീൻ വരുമ്പോൾ ഇങ്ങനെ കൈവച്ചൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് കമ്പ്യൂട്ടറിനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഫോണിലെ ഫോട്ടോഷോപ്പ് കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫോട്ടോയുടെ കട്ട് ചെയ്യാനോ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനോ അങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനോ സൂം ചെയ്യാനോ അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാനോ ഒക്കെ നമുക്ക് അതായത് ഫോട്ടോഷോപ്പിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിൽ ഇരുന്നുകൊണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇമേജിനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. പല ഫോണിലെ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ക്വാളിറ്റി കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇതിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ഇമേജ് എക്സ്പോർട്ട് ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ ഫോട്ടോഷോപ്പ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പിക്ചറുകളൊക്കെ ഇനി അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.